അപ്പോൾ ഞാനാണെങ്കിൽ ഒരു റീൽസ് കണ്ടിട്ട് കുറേ ദിവസമായി ഒരു സാധനം കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയപ്പം എന്നാൽ ശരി അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ വഴി തെറ്റി. ഇപ്പം വഴി തെറ്റിയ ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അലഞ്ഞു. അങ്ങനെ അവസാനം അലഞ്ഞത് എന്തായാലും നന്നായെന്നതുപോലെ ഞങ്ങളൊരു അമ്പലത്തിൻ്റെ അവിടെ എത്തിച്ചേർന്നു. അവിടെ അടിപൊളി അരവണ പോലത്തെ പായസവും പിന്നെ അല്ലാത്ത പരിപ്പ് പായസവും കിട്ടി. എനിക്കതിൽ അരവണ പോലത്തെ പായസം ഒരുപാട് ഇഷ്ടമായി. സീരിയസ്ലി അടിപൊളി ഐറ്റമാണ്. സ്ഥലം വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തെ അഗ്രഹാരത്തെരുവെന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ സ്ഥലം, നമ്മൾ കഴിക്കാൻ വന്ന സ്ഥലം വന്നിട്ട് അവിടെ ഒരു ചായക്കടയുണ്ട്. അതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്കാണ് ഡിവൈൻ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ കടേൻ്റെ പേര്. അവിടെയാണെങ്കിൽ നല്ല പാൽഗോവ കിട്ടും. ഇതാണ് നമ്മുടെ പാൽഗോവ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. എല്ലാവരും പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്തോണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈ പാൽപ്പൊടി, പാൽ കുറുകിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇങ്ങനെ നാട്ടിൽ വയ്ക്കുമ്പോൾ അലിഞ്ഞ് തീരും. അതുകൊണ്ട് തന്നെ 4 പേരും കൂടെ കൈവച്ചപ്പം തന്നെ അത് തീർന്നു. പിന്നെ അവിടെ ചക്കേൻ്റെ ഒരു ഐറ്റം കിട്ടും, ചക്ക വരട്ടി. ചക്ക വരട്ടി എന്നാണ്, ഇതാണ് സാധനം. ചക്ക വരട്ടി എന്നാണ് പേര്. അതും നല്ലതായിരുന്നു. ഈ ചക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ പാൽഗോവയാണെങ്കിൽ അടിപൊളി. എനിക്ക് ഇനി തിന്നണം എന്ന് തോന്നില്ല അത്രയ്ക്ക്. പിന്നെ ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ സ്വീറ്റ് ഇഷ്ടമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. എന്തായാലും ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു ദിവസം തന്നെ എനിക്കൊന്ന് ഫുഡ് കൊണ്ടുള്ളൊരു ദിവസമായിരുന്നു. കാര്യം ഞങ്ങൾ പോയപ്പോൾ കുറേ ഫുഡ് കഴിച്ചായിരുന്നു. എൻ്റെ അനിയത്തിയും കഴിച്ചു നോക്കി, അവൾക്കും ഇഷ്ടപ്പെട്ടു. അവൾക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാൽഗോവ തന്നെയാണ്. പിന്നെ അവിടെ ഒരു വിൻറ്റേജ് വൈബാണ്. ഈ അഗ്രഹാരം അങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, നല്ല രസമുള്ള നമ്മുടെ തമിഴ് മൂവീസിലൊക്കെ കാണുമ്പോഴത്തെ സാധനമാണ്. പിന്നെ ഒരു ലഡു കഴിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടാണെങ്കിൽ നല്ല ബജിയും നല്ല ചമ്മന്തിയും കഴിച്ചു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചായക്കടയാണ്. ഈ ചായക്കടേൻ്റെ അകത്തൂടെ പോകുമ്പോഴാണ് നമ്മുടെ കട വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ലൈം ജ്യൂസ് അല്ലേ, ഇത് ആപ്പിൾ ജ്യൂസ് എന്തോ ആണ്, അതും കുടിച്ച് പിന്നെ ഒരു മൊമോസും കഴിച്ചു. എന്തായാലും ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ഞങ്ങൾ എന്നും കഴിക്കുന്ന സാധനമാണ് മൊമോസ്. നമ്മുടെ ശംഖുമുഖത്തുള്ള മൊമോസ് കടയിൽ നിന്ന് നമ്മൾ മൊമോസ് കഴിക്കും. അവിടെ 60 രൂപയാണ്. അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ആഴിമല അമ്പലത്തിൽ ഉത്സവം തീരുന്ന ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് പോകാമെന്ന്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. നല്ല വ്യൂ ആയിരുന്നു പോകുന്ന വഴിക്ക്. അപ്പോൾ ഇതെല്ലാം കണ്ട് നിങ്ങൾ ആസ്വദിച്ച് അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.